നമസ്കാരം. കേരളത്തിൽ കോൺഗ്രസ് തന്നെ കോൺഗ്രസിൻ്റെ കുഴി വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. UDF ഏതാണ്ട് ശിഥിലമാകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. KPCC പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലിയുള്ള കലഹം അതിൻ്റെ അങ്ങേയറ്റത്തെത്തിയിരിക്കുകയാണ്. കുറേ നാളുകൾക്ക് മുമ്പ് 2026 കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാകണം എന്ന് പറഞ്ഞുകൊണ്ട് ചെന്നിത്തല നായരും തരൂർ നായരും KC വേണുഗോപാലും VD സതീശനും ഒക്കെ തന്നെ രംഗത്ത് വന്നുകൊണ്ടിരുന്നു. അതൊന്ന് ശമിച്ചപ്പോൾ ഇപ്പോൾ ഇതാ KPCC പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലിയാണ് സുധാകരനെ ഒതുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. സുധാകരൻ പട്ടും വളയും കൊട്ടും കുരവയും ഒക്കെ ആയിട്ടാണ് കണ്ണൂരിൽ നിന്ന് വണ്ടി കയറിയത്. കേരളത്തിലെ കോൺഗ്രസിനെ ഒരു സെമി കേഡർ സ്വഭാവത്തിലാക്കും എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? സുധാകരൻ സെമിയായി മാറി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇനി ഇതിൻ്റെ അന്ത്യം എന്തായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പാണ് നേരിടാൻ പോകുന്നത്. കേരളത്തിലൊരു ഭരണവിരുദ്ധ വികാരമുണ്ടെന്നും പിണറായി വിരുദ്ധ തരംഗമുണ്ടെന്നും കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ നന്നായി അറിയാവുന്നതാണ്. ഇത് വേണ്ട തരത്തിൽ മുതലെടുക്കാനുള്ള കഴിവില്ലാത്തവരായിപ്പോയി കോൺഗ്രസ് നയിക്കുന്ന UDF എന്ന് പറയുന്നത്. പ്രധാന ഘടകകക്ഷിയായ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇനി അധികാരമില്ലാതെ അവർക്ക് നിൽക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഒരു തവണ കൂടി ഇവർ നോക്കും. അതായത് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുകയാണ്, ഉപതെരഞ്ഞെടുപ്പ്. നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിലൂടെ UDFന് CPMന്റെ കയ്യിൽ നിന്ന് ഈ സീറ്റ് തിരിച്ചു പിടിക്കാവുന്നതാണ്. ആ സീറ്റ് തിരിച്ചു പിടിച്ചാൽ കേരളത്തിൽ ഒരു ചെറിയ UDF തരംഗമുണ്ടാക്കാൻ ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ്. ആ തരംഗത്തിലേക്ക് ഇവർക്ക് പോകണമെന്ന് യാതൊരു താല്പര്യവുമില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ അവിടെ നിലമ്പൂരിലെ വിജയം ഉണ്ടാകാൻ പോകുന്നത് UDF വിജയിച്ചു കഴിഞ്ഞാൽ അത് അൻവറിന്റെ വിജയമായിട്ട് തന്നെ കാണാം. എന്നാലും ഒരു UDF തരംഗം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അത് കഴിയുമ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇവിടങ്ങളിലെല്ലാം തന്നെ UDFനൊരു കയറ്റം ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, BJP എല്ലായിടങ്ങളിലും സ്പേസ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖർ അത്തരത്തിലുള്ള നീക്കമാണ് നടക്കുന്നത്. പ്രവർത്തനം വളരെ ശക്തമാക്കുകയാണ്. NDA മുന്നണി വിപുലീകരിക്കുന്നുണ്ട്. അതൊക്കെ തന്നെ കോൺഗ്രസിനൊരു വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2026 ഏപ്രിൽ മെയ് മാസങ്ങളിലായിട്ട് സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുമുണ്ട്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പില് ഈ കോൺഗ്രസ് ഈ തരത്തിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ പിണറായി വിജയനെ ഇവർ വീണ്ടും അധികാരത്തിലേറ്റും. അത് പിണറായി വിജയന് ഒരു ഹാട്രിക് വിജയമായി മാറുകയും ചെയ്യുമെന്നുള്ളതാണ്. എന്തായാലും ഇവർക്ക് BJP എന്തായാലും ഒരു 7-8 സീറ്റ് പിടിച്ചു കഴിഞ്ഞാൽ സ്ഥിതിഗതികൾ ആകെ മാറുമെന്നുള്ളത് ഉറപ്പാണ്. തിരുവനന്തപുരത്ത് പാർലമെന്റ് മണ്ഡലത്തിൽ തന്നെ അവർക്ക് നല്ല ലീഡുള്ളതാണ്. അതിലൂടെ തന്നെ ഏതാണ്ട് ഒരു 4 സീറ്റ് അവർ ഉറപ്പുവരുത്തിക്കൊണ്ടാണ് പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. 20 സീറ്റ് ഏതാണ്ട് വിജയ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനമാണ്. 40 സീറ്റാണ് അവർ പ്രധാനമായിട്ടും കേന്ദ്രീകരിക്കുന്നത്. അതിൽ 20 സീറ്റ് അതിപ്രധാനമായിട്ടുള്ളത് തന്നെയാണ്. നോക്കണം, തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ സുരേഷ് ഗോപി നേടിയത് 70,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. തൃശ്ശൂരിൽ വൻ പ്രവർത്തനങ്ങളുമായിട്ട് സുരേഷ് ഗോപി മുന്നോട്ട് പോവുകയാണ്. ഇതൊക്കെ കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടാകും. അവിടെ ആ പാർലമെന്റ് മണ്ഡലത്തിൽ തന്നെ ഒരു 4 സീറ്റ് നേടിയാൽ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു 8 സീറ്റ് അവിടെ തന്നെ ആകുന്നുണ്ട്. മറ്റ് പലയിടങ്ങളിലും എന്തിന് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ നേടിയതാണ്ട് 3 ലക്ഷം വോട്ടാണ്. കായംകുളം മണ്ഡലം തന്നെ ശോഭാ സുരേന്ദ്രനെ മാറ്റിവെച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തിലേക്കാണ് പോകുന്നത്. ഈ അവസരത്തിൽ കോൺഗ്രസിന് യാതൊരു ഉണർവുമില്ലെന്നുള്ളതാണ്. SNDPയുടെ വോട്ട് നല്ല പങ്ക് UDFിൽ നിന്ന് പോവുകയും ചെയ്തു. ക്രൈസ്തവ വോട്ടുകൾ നന്നായിട്ടും BJPയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ BJPയിലേക്ക് പോകുന്നത് കണ്ടിട്ടാണ് അവർ ഇപ്പോൾ KPCC പ്രസിഡന്റിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് ആന്റോ ആന്റണി അല്ലെങ്കിൽ സണ്ണി ജോസഫിനെ ഇറക്കാൻ തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. ഈ ആന്റോ ആന്റണിയെ എത്ര പേരറിയും?
പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലുള്ള വോട്ടർമാർക്ക് പോലും നേരെ ചൊവ്വേ അറിയത്തില്ല. സണ്ണി ജോസഫിന്റെ ഇടമെന്ന് പറയുന്നത് ഇരിക്കൂറിൽ മാത്രം ഒതുങ്ങുകയാണ്. പിന്നെ അദ്ദേഹത്തെ കാണുന്നത് കേരള നിയമസഭയിൽ ഹാളിൽ മാത്രം, ശീതീകരിച്ച മുറിയിൽ മാത്രമാണ്. കെ മുരളീധരൻ പറഞ്ഞത് ശരിയല്ലേ? പടം കാണിച്ചാലെങ്കിലും ഇവരെയൊക്കെ ആരാണ് തിരിച്ചറിയുന്നത് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. അത് കുറിക്ക് കൊള്ളുന്ന തരത്തിൽ തന്നെയാണ് മുരളീധരൻ ചോദിച്ചിരിക്കുന്നത്. അതെങ്കിലും ഇവർ കേട്ട് പഠിക്കേണ്ടത്. എന്നിട്ട് ക്രൈസ്തവ വോട്ട്, ഈ ക്രൈസ്തവ വോട്ടുകൾ എങ്ങനെയാണ് UDF-ൽ നിന്ന് അകന്നുപോയത്? മുസ്ലിം ലീഗിന് കൊടുത്ത പ്രാധാന്യം, അമിത പ്രാധാന്യം. കോൺഗ്രസിനെ ഭരിക്കുന്നത് ആരാണ്? മുസ്ലിം ലീഗാണ്. ഇവിടെ കോൺഗ്രസിലുള്ള കലഹം മുഴുവൻ ഹൈക്കമാൻഡിനെ അറിയിക്കുന്നത് ആരാണ്? പാണക്കാട് തങ്ങളല്ലേ? പാണക്കാട് തങ്ങളുടെ അടുക്കൽ പോയി പ്രിയങ്ക ഉൾപ്പെടെയുള്ളവർ സാഷ്ടാംഗം നമസ്കരിക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? ലീഗിന് അപ്രമാദിത്വം നൽകി. ഇനി 2026 UDF അധികാരത്തിൽ വന്നാൽ പോലും ഇവർ 5 മന്ത്രിമാരല്ല 6-ാം മന്ത്രിയിലേക്ക് പോകും. പിന്നീട് ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനവും അവർ നോട്ടമിട്ടിരിക്കുകയാണ്. അപ്പോൾ ലീഗിന്റെ ആധിപത്യം തന്നെയാണ് എന്ന് ക്രൈസ്തവ വിഭാഗം മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ UDF-ൽ നിന്ന് അകന്നു പോകുന്നത്. BJP-യോട് കൂടുതൽ ചായ്വ് പ്രകടമാക്കുന്നു. BJP കേന്ദ്ര നേതൃത്വവും കേരള നേതൃത്വവും ഒക്കെ തന്നെ വേണ്ട തരത്തിൽ തങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും പരിഹരിച്ചു തരികയും ചെയ്യുന്നു എന്നാണ് കേരളത്തിലെ ക്രൈസ്തവ സഭകൾ പറയുന്നത്. പ്രത്യേകിച്ച് ഷോൺ ജോർജിനെയും PC ജോർജിനെയും അനിൽ ആന്റണിയെയും ജേക്കബ് തോമസിനെയും അൽഫോൻസ് കണ്ണന്താനത്തെയും ജോർജ് കുര്യനെയും പോലുള്ളവ ക്രൈസ്തവരിൽ നിന്നുള്ളവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് BJP കാര്യങ്ങൾ ചലിപ്പിക്കുന്നത്. എന്തായാലും കോൺഗ്രസിന് ഇനി അങ്ങോട്ടുള്ളത് കഷ്ടകാലം തന്നെയായിരിക്കും. 2026 ഇവർക്ക് വേണ്ടത്ര മുന്നേറ്റം കുറിക്കാൻ സാധിച്ചില്ലെങ്കിൽ UDF-ൽ നിന്ന് ഘടകകക്ഷികൾ ഒന്നൊന്നായി വിട്ടുപോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. പ്രധാന ഘടകകക്ഷിയായ ലീഗ് ആയിരിക്കും ആദ്യം പടിയിറങ്ങുക. പിന്നീട് കേരള കോൺഗ്രസ് 2 വിഭാഗം, ജോസഫും ജേക്കബും. പിന്നീട് ഒറ്റയാൾ പട്ടാളമായി നിൽക്കുന്നവരുണ്ട്. CMB ഉണ്ട്, ഫോർവേഡ് ബ്ലോക്ക് ഉണ്ട്, RSP ഉണ്ട്. ഇങ്ങനെ ഇവരൊക്കെ അവരവരുടെ വഴി തേടുകയും ചെയ്യും. കോൺഗ്രസിന് കുഴിവെട്ടി മൂടുന്ന ഒരവസ്ഥയിലേക്കും പോകുന്നത് നമ്മൾക്ക് അധികം വൈകാതെ തന്നെ കാണാം.